കൂട്ടുകാരെ, നമ്മൾ സാധാരണ എപ്പോഴും പെട്ടെന്ന് പണി തീർക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു ബീഫ് കറി വെച്ചാലോ? പെട്ടെന്ന് കഴിയുന്നൊരു ബീഫ് കറി. പോവാം. അപ്പോൾ നമുക്ക് ഇറച്ചിയൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. നന്നായിട്ട് ഞാൻ ഇത്തിരി വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പോൾ നന്നായിട്ട് ചോരമയമൊക്കെ നന്നായിട്ട് അങ്ങ് പോവും. നന്നായിട്ട് ഉലച്ച് കഴുകിയെടുക്കാം നമുക്ക്. കഴുകിക്കഴിഞ്ഞ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൊച്ചുള്ളി സവാളയും കൂടെ അരിഞ്ഞതും പിന്നെ ബീഫ് കഴുകി റെഡിയാക്കി കുക്കർ അടുപ്പത്ത് വെച്ച് കടുക് കൂട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് അതിനകത്തോട്ട് അങ്ങിടാം. എന്നിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് മീറ്റ് ഇട്ടിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വിസിലിനായിട്ട് വെക്കുക. ഒരു 5 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് ചീനി അരിഞ്ഞെടുക്കുക. മസാല ചേർക്കാനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം. മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറവും. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് വേവിച്ച് വെച്ചിരുന്നത് അതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറി ഏകദേശം റെഡിയായി. പിന്നെ നന്നായിട്ട് തിളപ്പിക്കണം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടാം. വേവിക്കാൻ വെച്ചപ്പോൾ കരിവേപ്പില ചേർത്തായിരുന്നു. ആ സമയത്ത് പോയി ചീനി ഒന്ന് കുഴച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് കറി അവിടെ ഇരുന്ന് വെന്ത് ഒരു പറ്റി പരുവായിട്ടുണ്ട്. കറി റെഡിയായി. ഇനി നമുക്ക് ചീനിക്കകത്തോട്ട് കുറച്ച് കറി ഒഴിച്ച് ഇങ്ങനെ കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.